ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് നമ്മളെ ഒരു ചെറിയൊരു കുട്ടി ഫാമിലി വ്ളോഗാണ് ഇത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ഫാമിലി ആയിട്ട് പോയ ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പോസ്റ്റ് ആക്കണേ. അറിയാം ഒത്തിരി ലേറ്റായി പോയെന്നറിയാം, ബട്ട് കുറച്ച് എന്താ പറയുക, നാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ബിസി, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ബിസി, അങ്ങനെ എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ഇച്ചിരി ലേറ്റായി പോയേ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. അപ്പോൾ ഞാനും ഏട്ടനും അമ്മയും അനിയത്തിയും നൈനൂസും പിന്നെ അമ്മയുടെ അനിയത്തിൻ്റെ മോള് ഞങ്ങളുടെ അനിയത്തിയായ ചിന്നും കൂടി ഞങ്ങൾ ചാൽ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നപ്പം തന്നെ നൈനൂസിനെ കാണാൻ ഓടി വന്നതാണ് ഈ ചിന്നു. അപ്പോൾ അവൾ വന്നതും പിന്നെ അനിയത്തി ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു, ഞങ്ങൾ വന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചാൽ ബീച്ചിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ടു. എല്ലാവരും റെഡിയായി. നൈനൂസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നൈനൂസ് നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ടൈം പോണ ട്രിപ്പാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ ഞങ്ങളിതാ ചാൽ ബീച്ചിലെത്തി. അപ്പോൾ ഇതാ ഇവള് ദൂരത്ത് നിന്ന് വെള്ളം കാണുമ്പോൾ തന്നെ ഇവള് ചാടി പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളിതാ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഏട്ടൻ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത്, ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് ഇവിടെ ചാൽ ബീച്ചിൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വിചാരിച്ചു പാർക്കിലേക്ക് പോവാണ്ട് ലേറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി അങ്ങനെ വിചാരിക്കേണ്ടായിരുന്നു എന്ന്. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലായിരുന്നു നൈനൂസിനെ കൊണ്ട്. വെള്ളം കണ്ടപ്പം തൊട്ട് തിരിച്ച് കയറും വരെ അവൾ ഒരേ വാശിയായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം കളിച്ചോട്ടെ, കാരണം അവൾക്കങ്ങനെ ബീച്ചൊന്നും കിട്ടുന്നില്ലല്ലോ. ഇവിടെ ദുബായിൽ നിന്നൊക്കെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം നൈനൂസിന് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല കൂട്ടി പോകാനൊന്നും. സെക്കൻഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് എന്തൊക്കെ അസുഖങ്ങളൊക്കെ വന്നാൽ ഇവിടുത്തെ എന്താ പറയുക മെഡിക്കൽ എക്സ്പെൻസൊക്കെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ കൂടുതൽ ബീച്ചിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ബീച്ചും വെള്ളമൊക്കെ കണ്ടപ്പോൾ ഇവൾ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അനിയത്തി അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് നന്നായി കൺട്രോൾ ചെയ്യാനും ഒക്കെ ആളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും നന്നായി വെള്ളത്തിലൊക്കെ കളിച്ച് ഡ്രസ്സൊക്കെ നനച്ച് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ബീച്ചിൽ നിന്ന് കയറിയേ. അപ്പോൾ ബീച്ചിൽ നിന്ന് കയറുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീമും കോളിഫ്ലവറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ അതൊന്നും വീഡിയോയിൽ വന്നില്ല. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന തിരക്കിൽ അതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നൈനൂസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാർക്കിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയതെങ്കിലും നൈനൂസിനെക്കാളും പാർക്ക് എൻജോയ് ചെയ്തത് നമ്മളാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ നൈനൂസിനേക്കാൾ ഞങ്ങൾ ഓരോ സ്ലൈഡിലും എന്താ പറയുക നല്ല തിരക്ക് കുറവായിരുന്നേ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പാർക്കിലും ബീച്ചിലൊക്കെ ആൾ വളരെ കുറവായിരുന്നു. അപ്പം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും ചിന്നുമൊക്കെ സ്ലൈഡ് കയറി, പിന്നെ എന്താ പറയുക സീസോ എന്നൊക്കെ പറയുന്നില്ലേ അത് കയറി കളിച്ചു. പിന്നെ നൈനൂസും മിക്ക സാധനത്തിലും കയറുന്നുണ്ടായിരുന്നു. ഇവിടെ ദുബായ് നമ്മൾ ഇതൊക്കെ കയറി ശീലമുള്ളതുകൊണ്ട് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സീസോ കളിച്ചു, സ്ലൈഡ് കയറി, കുറേ സമയം ഊഞ്ഞാലാടി. അപ്പം അപ്പോഴേക്കും ലേറ്റ് ആവുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റിയൊക്കെ ഒത്തിരി കുറവായിരിക്കും. എൻ്റെ ഐഫോണൊന്നുമല്ല കേട്ടോ, ഒരു സാധാരണ ഫോണാണ്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയൊക്കെ ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ലൈഡും കയറി ഇറങ്ങുമ്പോൾ അമ്മയാണ് നൈനൂസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിലിടയ്ക്ക് അവിടെ ഒരു വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞാനും അനിയത്തിയും ചിന്നും അമ്മ നൈനൂസിനെ എടുത്തിട്ടൊക്കെ ഓടി ഞങ്ങൾ വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് ഞങ്ങൾ ടെക്സ്റ്റൈൽസിലും ഫുഡ് കഴിക്കാനൊക്കെ കയറി. ബൈ ബൈ.